ഒരു ഘട്ടത്തിലൊക്കെ മറ്റ് സിനിമകൾ പോലും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ മമ്മൂക്കായെ ഒരു 5-6 വർഷത്തിന് ശേഷം കാണുന്നത്, നേരിട്ട് വന്ന് വർത്താനം പറയുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും. അല്ല, ഇത്രയും വർഷം ഒരു സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് ഇപ്പം പൃഥ്വിരാജ് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ സിനിമയിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത്രയും വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ബ്ലെസിയ തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ടൈമിൽ മലയാളത്തിലെ എല്ലാവരും ഏറ്റവും തിരക്കുള്ള ഒരു സംവിധായകനൊക്കെ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനൊരു ഷിഫ്റ്റ് ഇത്രയും വർഷം എന്തായാലും കണക്കാക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം ഇതൊരു സിനിമ ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്ന സമയത്ത് ബ്ലെസി എന്ന സംവിധായകൻ കണക്ക് കൂട്ടിയത് എത്ര വർഷമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? മാക്സിമം ഒരു 2 വർഷം, അല്ലെങ്കിൽ മാക്സിമം 2.5-3 വർഷത്തിനുള്ളിൽ തീരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് മിനിമം നമ്മൾ ആലോചിച്ചിരുന്നത്. കാരണം ഇതിന് ഈ ശാരീരികമായ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവണം, മറ്റു കാര്യങ്ങൾ, ജട, താടി കാര്യങ്ങളൊക്കെ വളരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ, ഒരു 3-4-5 ഷെഡ്യൂളായിട്ട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പല പ്രാവശ്യവും ഈ ജോർദാനിലോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ പോവുക വരിക എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷത്തിനുള്ളിൽ തീരണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഈ ഡെസേർട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ. കാരണം നമ്മളൊരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഒക്കെ തൊട്ട് ഒരു മെയ് ഒക്കെ വരെയാണ്. മാർച്ച് ഏപ്രിൽ മെയ് ആണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത്. മെയ് കഴിഞ്ഞ് മെയ് എൻഡിലേക്കൊക്കെ ആകുമ്പോൾ, ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ തണുപ്പും വരും. അപ്പം ഇതാണ് നമുക്കൊരു ഐഡിയലായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒരുപാട് പ്രയാസങ്ങൾ പല രീതിയിൽ ഉണ്ടായപ്പോഴാണ് ഇത് എല്ലാം തകർന്നത്. ഇപ്പം ആ സമയത്ത് പലരും മറ്റൊരു സിനിമ ചെയ്യാൻ സമീപിക്കും, കഥകളായിട്ട് വരും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രൊജക്ട്സിന് അങ്ങനെ നോ പറയേണ്ടി വന്നിരുന്നു. ഞാൻ അതിന് ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. മറ്റു കഥകൾ കേൾക്കാനോ, ഒരു ഘട്ടത്തിലൊക്കെ മറ്റ് സിനിമകൾ പോലും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ചില ഘട്ടങ്ങളിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ മമ്മൂക്കായെ ഒരു 5-6 വർഷത്തിന് ശേഷം കാണുന്നത്, നേരിട്ട് വന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവിൽ ഞാൻ ഒരു പരിപാടികളിലൊന്നും അങ്ങനെയല്ല, നമ്മൾ വേറൊരു ലോകത്തായിരുന്നു, അല്ലെങ്കിൽ വേറൊരു യാത്രയായിരുന്നു.